നമസ്കാരം. സുഖമാണോ നിങ്ങൾക്ക്? സന്തോഷമാണോ നിങ്ങൾക്ക്? ഞാനൊരു വീഡിയോ ചെയ്യണം എന്നൊന്നും കരുതിയിരുന്നതല്ല. 11,397 അടി ഉയരത്തിലാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. ഉത്തരാഖണ്ഡിലെ റൺതൻ ഖർക്ക് എന്ന് പറയുന്ന ഒരു ട്രക്കിങ്ങിന് വന്നായിരുന്നു ഞാൻ. ഈ ബാക്ക്ഗ്രൗണ്ടും ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറിലൊക്കെ മെഡിറ്റേറ്റ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്കറിയത്തില്ല എൻ്റെ ഓഡിയോ ക്വാളിറ്റി അത്ര ഉണ്ടാകുമെന്ന്. ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരേ ഒരു കാര്യം, ഇതുവരെ നമ്മുടെ ചിന്തകൾ എന്തായിരുന്നോ, നമ്മുടെ പ്രവർത്തികൾ എന്തായിരുന്നോ, അതിൻ്റെ ആകെത്തുകയാണ് ഇപ്പോഴത്തെ നമ്മുടെ ജീവിതം. നമ്മൾ ഇന്ന് വരെ എന്തൊക്കെ ചിന്തിച്ചു, എന്തൊക്കെ പ്രവർത്തിച്ചു, അതിൻ്റെ ഒരു ടോട്ടാലിറ്റിയാണ് ഇപ്പോൾ ഉള്ള നമ്മുടെ ജീവിതം. ഇനിയും നമ്മൾ ഇങ്ങനെ തന്നെ ചിന്തിക്കുകയും ഇങ്ങനെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ജീവിതം എന്താണോ അത് തന്നെയായിരിക്കും ഇനി മുന്നോട്ടും, അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചറിലും ഉണ്ടാവാൻ പോകുന്നത്. അതുകൊണ്ട് ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം കുറച്ചുകൂടെ ബെറ്റർ ആവണം, മാറ്റണം എന്നൊരു ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം പ്രവൃത്തികളിൽ വ്യത്യാസം വരുത്തും. പ്രവൃത്തികളിൽ വ്യത്യാസം വരുത്തണമെങ്കിൽ അതിനു മുമ്പ് പ്രവൃത്തികൾ ഉണ്ടാവുന്നത് ചിന്തകളിൽ നിന്നാണ്. അപ്പോൾ ചിന്തകളിൽ വ്യത്യാസം വരുത്തണം. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞ് നമുക്ക് തുടങ്ങാം. നമ്മൾക്ക് നാളെ വീട്ടിൽ നമുക്കൊരു ദോശ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കണം എന്നാണ് പ്ലാൻ എന്ന് വിചാരിച്ചു. നമ്മൾ എന്ത് ചെയ്യും? അതിന് വേണ്ടിയിട്ട് ഇന്ന് ഉച്ചയ്ക്കേ നമ്മൾ അരി ഉഴുന്ന് കുതിർത്ത് വെക്കും, അല്ലെങ്കിൽ ബാറ്റർ വാങ്ങിക്കും. അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർ ആവും അല്ലേ? നമുക്ക് നാളെ എന്താവണം എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ടാണ്. നാളെ ദോശ ഇഡ്ഡലിയും വേണം. ഇന്ന് ഉച്ചയ്ക്ക് അരി ഉഴുന്ന് കുതിർക്കുന്നു, വൈകുന്നേരം അരയ്ക്കുന്നു, അത് പിന്നെ ഫെർമെൻറ്റേഷൻ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്നു, രാവിലെ നമ്മൾ ദോശ ചുടുന്നു. ഇതേപോലെ 2027, 2028, 2029, 2030 എനിക്ക് എന്ത് വേണം എന്നുള്ളൊരു ധാരണ നമ്മൾക്ക് ആദ്യം ഉണ്ടാവണം. ആ ധാരണ ഇല്ലാത്തിടത്തോളം കാലം നമ്മൾ രാവിലെ എഴുന്നേറ്റ് ദോശ ഇടാൻ നോക്കി കഴിഞ്ഞാൽ അരി ഉഴുന്നും ഇല്ലാതാകുന്ന അവസ്ഥയിൽ എന്താകും? അതുപോലെ ആവും. അപ്പോൾ ആദ്യം എനിക്ക് ലൈഫിൽ എന്താണ് വേണ്ടത് എന്നുള്ള ചിന്തയാണ്. ഒരൊറ്റ ചിന്ത കൊണ്ടുവരും, എനിക്ക് എന്ത് വേണം എന്നുള്ളത്. എല്ലാവരും നിങ്ങളോട് പറയും പണം വേണം, വാഹനം വേണം, പേര് വേണം, പ്രശസ്തി വേണം. പക്ഷേ ദ റിയൽ മാനിഫെസ്റ്റേഷൻ ഇതൊന്നുമല്ല. നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്താ? നമ്മൾ എന്തിനെ തേടുന്നതെന്നറിയാമോ? നമ്മൾ തേടുന്നത് ഒരു ഇമോഷനെയാണ്. നമ്മളൊരു നല്ല റിലേഷൻഷിപ്പ് സെർച്ച് ചെയ്യുമ്പോൾ എന്താണ്? നമ്മൾക്ക് ആ റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടുന്ന ഇമോഷൻസാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത്. ധാരാളം പണം കയ്യിൽ വരുമ്പോൾ, ആ പണം ചിലവാക്കുമ്പോൾ ആ പണം ഉണ്ടാകുന്ന ഫീലിംഗ് ഉണ്ടല്ലോ, ആ ഇമോഷനാണ് നമ്മൾ പണം നേടിയെടുക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നത്. അതായത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ട് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ച ഇമോഷൻ അത് നിങ്ങൾക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് പിന്നെ ഒരു ബേർഡൻ ആയിരിക്കും. നമ്മൾ ആഗ്രഹിച്ച പോലെ പേരും പ്രശസ്തിയും കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് വന്നു, പക്ഷേ നമുക്ക് ആ സന്തോഷം, ഹാപ്പിനെസ്, എക്സ്റ്റസി എന്ന് പറയുന്ന ഇമോഷൻ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ധനമായിക്കോട്ടെ, പേരായിക്കോട്ടെ, പ്രശസ്തി ആയിക്കോട്ടെ, എല്ലാം ഒരു ബേർഡനായി മാറും. സോ ഡോണ്ട് മാനിഫെസ്റ്റ് തിങ്സ്, പീപ്പിൾ, സർക്കംസ്റ്റാൻസസ്, മാനിഫെസ്റ്റ് ദ ഇമോഷൻ. ഇന്ന് ഈ വീഡിയോ കാണുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഒരു പെന്നും പേപ്പറും എടുത്ത് വ്യക്തമായിട്ട് എഴുതണം, എനിക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഇമോഷൻ എന്താണ്? ഗിൽറ്റി ഫീലിംഗ് ഉള്ള ഇമോഷനാണോ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത്? കുറ്റബോധത്തിൻ്റെ ഇമോഷനാണോ എനിക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്? ഭയമാണോ? ഇൻസെക്യൂരിറ്റി ആണോ? ഏത് ഇമോഷനാണ് ഞാൻ കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അതോ സന്തോഷത്തിൻ്റെ ആണോ? തൃപ്തിയുടെ ആണോ? സുഖകരമായ മനസ്സിൻ്റെ ആണോ? എന്ത് ഇമോഷനാണ് എനിക്ക് വേണ്ടതെന്ന് തീരുമാനിക്കുക. ആ ഇമോഷനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്, ആ ഇമോഷനാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. നമ്മൾ ഈ ജീവിതത്തിൽ കാട്ടിക്കൂട്ടുന്ന എല്ലാ പ്രവർത്തികളുടെയും പിന്നിൽ ഇന്ന് ഞാൻ ഈ ഒരു ട്രക്കിന് വന്ന് ഇത്രയും കഷ്ടപ്പെട്ട് നടന്ന് ഇത്ര ഹൈറ്റിൽ വന്നതിൻ്റെ പിന്നിൽ ഒരേ ഒരു ഉദ്ദേശം, വേറൊരു എക്സ്പീരിയൻസ്. ആ എക്സ്പീരിയൻസ് കൊണ്ട് എനിക്കുണ്ടാകുന്ന ഒരു വാവ് ഫീലിംഗ്, ആ ഒരു ഇമോഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പണിയെല്ലാം എടുത്ത് ഇവിടെ വന്നത്. ഇതേപോലെ നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങൾക്ക് പിന്നിലും നമുക്കൊരു ഉദ്ദേശമുണ്ട്. നമ്മൾ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉദ്ദേശത്തിൻ്റെ പിന്നിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഇമോഷനുണ്ട്. അപ്പോൾ ഇന്ന് ഈ നിമിഷം നമ്മൾ ഉറപ്പുവരുത്തുക, എനിക്ക് ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ എന്ത് ഇമോഷനാണ് ഞാൻ എപ്പോഴും ഫീൽ ചെയ്യേണ്ടത് എന്നുള്ളത്. ഇനി അതിനെ എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് അടുത്ത കാര്യം. നിങ്ങളെപ്പോഴും ചിന്തിക്കുക, കഴിഞ്ഞ കുറേ കാലങ്ങളായി ഞാൻ എന്ത് ഇമോഷൻസാണ് കൂടുതലും എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരുന്നതെന്ന്. എന്ത് തരത്തിലുള്ള ഇമോഷൻസാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എനിക്കിപ്പോൾ വേണ്ടുന്നത്. ആ ഇമോഷൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇപ്പം നിങ്ങൾ ഏറ്റവും കൂടുതൽ സാഡ്നെസ്സും ഇൻസെക്യൂരിറ്റിയാണ് ഫീൽ ചെയ്തെങ്കിൽ എനിക്ക് ഹാപ്പിനെസ്സും സെക്യൂർ ആയിട്ടുള്ള ഇമോഷനാണ് ഫീൽ ചെയ്യേണ്ടത്. അപ്പോൾ എഴുതി വെക്കണം. വെരി ഫസ്റ്റ് തിങ്, വ്യക്തമായി എഴുതി വെക്കണം. നമ്മളൊരു വീട് പണിയാൻ ആഗ്രഹിക്കുന്ന ഉടനെ ആദ്യം ചെയ്യുന്ന കാര്യം എന്താ? ഒരു ആർക്കിടെക്റ്റിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ നമ്മുടെ പ്ലാനും കാര്യങ്ങളൊക്കെ വരപ്പിക്കും അല്ലേ? അത് പ്ലാൻ ആയി കഴിയുമ്പോൾ ആ പ്ലാനിനനുസരിച്ച് ഓരോ കട്ടയും വെച്ച് വരുമ്പോൾ നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് ആ സാധനം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറയണത്, ആദ്യം
എന്ത് ഇമോഷനാണോ എന്താണോ വേണ്ടുന്നത് അത് ഒന്ന് മനസ്സിൽ നിന്നും ബ്രെയിനിൽ നിന്നും എടുത്തിട്ട് ഒന്ന് ഒരു ബുക്കിലേക്ക് ഒരു പേപ്പറിലേക്ക് അങ്ങോട്ട് എഴുതി വെക്കണം. അപ്പോൾ വെരി ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് മാനിഫെസ്റ്റേഷൻ ഈസ് എഴുതി വെക്കുക എന്നുള്ളതാണ്. ഇനി ആ എഴുതി വെച്ച ഇമോഷൻ എന്താണോ അതിനെ ഒന്ന് എപ്പോഴെങ്കിലും ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ആ ഇപ്പോൾ നിങ്ങൾ വളരെ കൂട്ടുകാരോടൊപ്പം ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നല്ലൊരു സന്തോഷകാര്യം ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുമല്ലോ. ആ ഫീലിംഗ് എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് ഒന്ന് 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 ഒബ്സർവ് ചെയ്ത് വെക്കണം. മനസ്സിലാകുന്നുണ്ടോ? ഉള്ളിൽ ആ ഫീലിംഗ് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് ഒബ്സർവ് ചെയ്ത് വെക്കണം. അതിനുശേഷം എപ്പോഴൊക്കെയാണോ നിങ്ങൾ ഈ ഇമോഷൻ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ നിമിഷങ്ങളിലെല്ലാം ഡെയിലി അറ്റ്ലീസ്റ്റ് ഒരു 3 ടൈംസ്, രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിൽ വളരെ നിർബന്ധമായിട്ട്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ പിന്നെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പും വളരെ നിർബന്ധമായിട്ട് ആ ഇമോഷൻ നിങ്ങൾ ഫീൽ ചെയ്യണം. ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഇവിടെ ഈ കല്ല് കൊണ്ട് പണിഞ്ഞു വെച്ചേക്കുന്ന സാധനം ഇവിടെ ഇല്ലായിരുന്നു. ഓക്കെ, എനിക്ക് വേണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഇതിവിടെ ഉണ്ടായത്. ഈ പ്രകൃതിയിൽ എന്തുണ്ടെങ്കിലും എന്ത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും അതൊന്നും ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഇല്ലായിരുന്നു, പിന്നെ അത് ക്രിയേറ്റ് ആയതാണ്. അതുപോലെയാണ് ഇമോഷൻസും തിങ്സും എല്ലാ കാര്യങ്ങളും. നിങ്ങൾക്കത് നിങ്ങളുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പുറം ലോകത്തിലേക്ക് അത് വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ ഉണരുമ്പോഴും എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പും നിങ്ങളുടെ ദിവസം അവസാനിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ച ഇമോഷൻ നിങ്ങളുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം. നിങ്ങളുടെ ഒരു ദിവസം തുടങ്ങുന്നത് നിങ്ങൾ ആഗ്രഹിച്ച ഇമോഷൻ നിങ്ങളുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം. നിങ്ങൾ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ചുറ്റുപാടിലും അത് വന്നുകൊണ്ടേയിരിക്കും. എന്നോട് പല പ്രശ്നങ്ങളുമായിട്ട് എൻ്റെ അടുത്ത് വരുന്ന ക്ലയൻസിനോട് ഞാൻ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്താ അറിയോ? നിങ്ങൾക്ക് എത്ര ശതമാനം വിശ്വാസമുണ്ട് നിങ്ങളുടെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്തു കടക്കും എന്നുള്ളതാണ് ഞാൻ ആദ്യം ചോദിക്കുന്നത്. അവരെല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ആദ്യം ചോദിക്കുന്നത് നിങ്ങൾക്ക് എത്ര ശക്തമായ വിശ്വാസമുണ്ട്, നിങ്ങൾക്ക് എത്ര ശക്തമായ ബിലീഫാണുള്ളത് ഈ പ്രശ്നങ്ങളൊക്കെ മാറി ഞാൻ ഹാപ്പിയാവും, ഞാൻ സന്തോഷവാനാകും എന്ന് ആണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് നിങ്ങളോടും ചോദിക്കാനുള്ളത്, നിങ്ങൾ ഓരോരുത്തരോടും ചോദിക്കാനുള്ളത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ. നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്ന ചിന്തകൾ, ഇമോഷൻസ്, സാഹചര്യങ്ങൾ, അത് എത്ര ശതമാനം വിശ്വാസമുണ്ട് നിങ്ങളിലേക്ക് വരും എന്ന് നിങ്ങൾക്ക് എത്ര ശതമാനം വിശ്വാസമുണ്ട്, അതാണ് നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത്. നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കാം, ഞാൻ ശരിക്കും വിശ്വസിക്കുന്നുണ്ട്, ഞാൻ എത്ര ശതമാനം എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ ലൈഫിൽ ഹാപ്പി ആയിട്ട് ജീവിക്കും, ഞാൻ ലൈഫിൽ സന്തോഷവാനും സന്തോഷവതിയായിട്ടും ജീവിക്കും, ഞാൻ ലൈഫിൽ ബ്ലെസ്ഡ് ആയിട്ട് ജീവിക്കും എന്ന്. ആ എമൗണ്ട് ഓഫ് ബിലീഫിലാണ് കാര്യം. നിങ്ങൾ എന്താഗ്രഹിക്കുന്നു എന്നുള്ളതിലല്ല, ആ ആഗ്രഹത്തിന് പിന്നിൽ നിങ്ങൾക്കതിനോട് എത്ര ശതമാനം കമ്മിറ്റ്മെൻറ്റ്, എത്ര ശതമാനം ബിലീഫുണ്ട് എന്നുള്ളതിലാണ് കാര്യം. ഓക്കെ, അപ്പം വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഒന്ന്, ചിന്ത, എന്ത് വേണം എന്നുള്ള ചിന്ത, എന്ത് ഇമോഷനാണ് ഫീൽ ചെയ്യേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് എഴുതി വെക്കുക. ഈ ഇമോഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്ന് നിങ്ങൾക്ക് എത്ര ശതമാനം വിശ്വാസമുണ്ട് എന്നാണ് മൂന്നാമത്തെ കാര്യം. അടുത്തത്, നിങ്ങളുടെ ആഗ്രഹിച്ച ആ ഒരു ഇമോഷൻ നിങ്ങളിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള 5 കാര്യങ്ങൾ എഴുതി വെക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത 5 കാര്യങ്ങളും. അതായത് സന്തോഷവാനായി തീരണം എന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എൻ്റെ സന്തോഷത്തിനെ നശിപ്പിക്കുന്നത് എന്നുള്ളത് ഒരു വ്യക്തമായ ധാരണ വേണം. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് എനിക്ക് സന്തോഷമുണ്ടാവുക എന്നുള്ള വ്യക്തമായി എഴുതി തയ്യാറാക്കിയ ധാരണ വേണം. കാരണം ഇന്ന് നമ്മൾ ഓരോരുത്തരും ഞാൻ സന്തോഷവാനല്ല, സന്തോഷവതിയല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ കാരണം എന്താ അറിയോ? ഇതിനു മുമ്പ് എപ്പോഴോ നമ്മൾ ജീവിതത്തിൽ സന്തോഷം അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അന്ന് അനുഭവിച്ചിട്ടുണ്ട്, ഇന്ന് അനുഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് ആ ചേഞ്ച് ഫീൽ ചെയ്യണത്. അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിങ്, അന്ന് സന്തോഷം അനുഭവിച്ചപ്പോൾ ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്, അന്നത്തെ നമ്മുടെ വാക്കും പ്രവൃത്തിയും ചിന്തയും കൊണ്ടാണ് അന്ന് നമ്മൾ ഹാപ്പിനെസ് എക്സ്പീരിയൻസ് ചെയ്തത്. ഇന്ന് അതൊന്നുമില്ല. അപ്പോൾ അതൊക്കെ തിരിച്ചു കൊണ്ടുപോവുക. ആ ഒരു സ്വഭാവം, ആ ഒരു സന്തോഷം, ആ ഒരു സംസാരം, ആ ഒരു രീതി, ആ കൂട്ടുകെട്ടുകൾ, ആ പ്രവൃത്തികളൊക്കെ തിരിച്ചു കൊണ്ടുപോവുക. അല്ലാതെ ഇവിടെ വലിയ എന്താ പറയുന്നത് മിറാക്കുലസ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. നമ്മുടെ പ്രവൃത്തികളും ചിന്തകളുമാണ് നമ്മുടെ വികാരങ്ങളെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് നന്നായിട്ട് കൈയൊക്കെ തണുക്കുന്നുണ്ട്, എന്നാലും ഞാനങ്ങ് പറഞ്ഞേക്കാം, നിങ്ങൾക്ക് പ്രയോജനമാവട്ടെ. അതുകൊണ്ട് ആ പ്രവൃത്തിയും ചിന്തകളും, അന്ന് സന്തോഷം അനുഭവിച്ച പ്രവൃത്തികൾ എന്താണോ, അന്ന് സന്തോഷം അനുഭവിച്ചുകൊണ്ട ചിന്തകൾ എന്താണോ, അതിലേക്ക് തിരിച്ചു പോകും. അതിനെ തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരൂ എന്നുള്ളതാണ്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സന്തോഷം അനുഭവിക്കുമ്പോൾ, ഈ ഒരു ഇമോഷൻ നിങ്ങൾ ഫീൽ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു ഇമോഷൻ ഉണ്ടാവണം. വാക്കിൽ പറയുന്നതല്ല. ഓക്കെ, ഞാൻ ഗ്രേറ്റ്ഫുള്ളാണ്, ഞാൻ വളരെ കൃതാർത്ഥനാണ് എന്നൊക്കെ വാക്കിൽ പറയുന്നതല്ല. ആ പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ, നിങ്ങളുടെ ഉള്ളിൽ അത് എത്രത്തോളം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതായത് നമ്മുടെ വാക്കിലോ പ്രവൃത്തിയിലോ അല്ല, അതിൻ്റെ പിന്നിലെ ഉദ്ദേശത്തിലാണ് കാര്യം.
നമ്മൾ നന്ദി സൂചിക്കുക. എല്ലാവരും പറഞ്ഞു ഗ്രാറ്റിറ്റ്യൂഡ് എഴുതണം, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതണം. ഞാനൊക്കെ ഒരു കാലഘട്ടത്തിൽ ഈ ഐ ആം ഹാപ്പി, താങ്ക് യു യൂണിവേഴ്സ്, ഐ ആം ഹാപ്പി, താങ്ക് യു യൂണിവേഴ്സ്, മറ്റേ ഈ കാണാതെ പഠിച്ച് പറയുന്ന പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഒന്നും മാറിയിട്ടില്ല, ഒരു വ്യത്യാസവും വന്നിട്ടില്ല. പക്ഷേ എന്നാണോ ഐ ആം ഹാപ്പി, താങ്ക് യു യൂണിവേഴ്സ് എന്ന് ഫീൽ ചെയ്ത് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പം, ഫീൽ ചെയ്ത് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ തുടങ്ങിയപ്പം, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കണക്റ്റായപ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പം, എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ എന്നെ എക്സ്പ്രസ് ചെയ്തപ്പം അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങളും വ്യക്തികളും സന്ദർഭങ്ങളും എന്നിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഇതെൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയണത്. അതുകൊണ്ട് ഓരോ തവണ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോഴും, ഓരോ അരിമണി എടുത്ത് കഴിക്കുമ്പോഴും, ഓരോ ശ്വാസം എടുക്കുമ്പോഴും, ഓരോ കവള് വെള്ളം കുടിക്കുമ്പോഴും ഹൃദയത്തിൽ നിന്ന് ഒരു വാവ്, താങ്ക് യു യൂണിവേഴ്സ്, ഭഗവാനെ ഒരുപാട് നന്ദി, ഇന്നത്തെ ഈ നിമിഷം എനിക്കിതുണ്ടല്ലോ എന്നുള്ള ഒരു ഫീലിംഗ്, ആ ഗ്രേറ്റ്ഫുൾനെസ് ഉള്ളിൽ ഫീൽ ചെയ്യണം. ഈ ഒരു പ്രാക്ടീസ് ഒരു ഡെയിലി, അതായത് എന്തിനോടും നന്ദിയുള്ളൊരു വ്യക്തിത്വമായിട്ട്, എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട്, ആഗ്രഹങ്ങൾ എഴുതി വെക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട്, ഇങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ആയിട്ട് നമ്മൾ മാറണം. അതായത് കാര്യങ്ങൾ നേടിയെടുത്തു, നിങ്ങൾ ആഗ്രഹിച്ചു ഒരു തലത്തിൽ നിങ്ങളെത്തി, അവിടെ നിലനിൽക്കണ്ടേ? അവിടെ നിലനിൽക്കണമെങ്കിൽ, ആ സ്ട്രഗിളിൽ നിങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ, അത് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഒരു വ്യക്തിത്വമായി തീരണം. മനസ്സിലാകുന്നുണ്ടോ? യു ബിക്കം ദ പേഴ്സണാലിറ്റി. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്തായി തീരണമോ അങ്ങനത്തെ ഒരു വ്യക്തിത്വമായിട്ട് മാറണം. അല്ലാതെ ഒരാഗ്രഹം സാധിച്ച് നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതല്ല മാനിഫെസ്റ്റേഷൻ. യു ബിക്കം ദാറ്റ് പേഴ്സണാലിറ്റി ഹു ക്യാൻ മാനിഫെസ്റ്റ് എവറിത്തിങ് ഇൻ യുവർ ലൈഫ്.